Hello friends, welcome to LawQuest. Multiple choice questions related to Bharatiya Nagarik Suraksha Sanhita. Total number of sections under BNSS. Answer is 531 sections. CRPCയിൽ 484 sections ആയിരുന്നു. How many chapters under BNSS? There are 39 chapters. CRPCയിൽ 37 chapters ആയിരുന്നു ഉണ്ടായിരുന്നത്. First information report under BNSS. BNSSൽ എവിടെയാണ് FIR നെ കുറിച്ച് പറയുന്നത്? Section 173 BNSS, Section 154 CRPC. CRPCയിൽ 154 വകുപ്പിലും BNSSൽ Section 173ലുമാണ് FIR നെ കുറിച്ച് പറയുന്നത്. എന്താണ് FIR? ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ കുറ്റകൃത്യം നടന്നത് അതേ പോലീസ് സ്റ്റേഷനിൽ ആണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ ഇതിനൊരു എക്സെപ്ഷൻ ആണ് സീറോ FIR. What is mean by zero FIR? FIR can be filed at any police station irrespective of jurisdiction. സീറോ FIR നെ കുറിച്ച് ലോക്കസ്റ്റ് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. Charge sheet or final report defined under BNSS. BNSSൽ എവിടെയാണ് ചാർജ് ഷീറ്റിനെ കുറിച്ച് പറയുന്നത്? Section 193. CRPCയിൽ Section 173ലാണ് ചാർജ് ഷീറ്റിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ചാർജ് ഷീറ്റ്? പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ സമർപ്പിക്കുന്ന ഔദ്യോഗിക റിപ്പോർട്ടിനെ പറയുന്ന പേരാണ് ചാർജ് ഷീറ്റ്. ഇതിൽ അക്യൂസ്ഡിന്റെ എല്ലാ ഡീറ്റെയിൽസും, വിറ്റ്നസ് ഡീറ്റെയിൽസ്, തെളിവുകളും രേഖകളും, കുറ്റം ചുമത്താനുള്ള റീസൺ എന്നിവയെല്ലാം ഉണ്ടായിരിക്കും. അന്വേഷണം തുടങ്ങുന്ന രേഖയാണ് FIR എങ്കിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ സമർപ്പിക്കുന്ന രേഖയാണ് ചാർജ് ഷീറ്റ്. Which provision under BNSS defines anticipatory bail? BNSSൽ എവിടെയാണ് മുൻകൂർ ജാമ്യത്തെ കുറിച്ച് പറയുന്നത്? Section 482. BNSSൽ 482 വകുപ്പ് പ്രകാരവും CRPCയിൽ 438 വകുപ്പ് പ്രകാരവുമാണ് മുൻകൂർ ജാമ്യത്തെ കുറിച്ച് പറയുന്നത്. എന്താണ് ആന്റിസിപ്പേറ്ററി ബെയിൽ? അറസ്റ്റ് ഒഴിവാക്കാനുള്ള മുൻകരുതൽ ജാമ്യമാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ. ആന്റിസിപ്പേറ്ററി ബെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരപരാധിയായ ഒരാളെ തെറ്റായ കേസ് ചുമത്തി അനാവശ്യമായി അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ്. Next question. Factors considered while deciding anticipatory bail. ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുന്നതിന് മുൻപ് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് കോടതി കൺസിഡർ ചെയ്യുന്നത്? Nature and gravity of offense, past criminal record, possibility of applicant fleeing from justice, whether accusation is made with intent to injure or humiliate. ആന്റിസിപ്പേറ്ററി ബെയിൽ നൽകുന്നതിന് മുൻപ് കോടതി പരിഗണിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യം, കുറ്റം ചെറുതാണോ ഗുരുതരമാണോ എന്ന് കോടതി പരിശോധിക്കും. മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? വിചാരണ സമയം ഒഴിഞ്ഞു മാറാനോ ഒളിച്ചോടാനോ സാധ്യതയുണ്ടോ? തെറ്റായ ഉദ്ദേശത്തോടെയുള്ള കുറ്റാരോപണമാണോ? എന്നീ കാര്യങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ കോടതി അനുവദിക്കുന്നത്. Which provision under BNSS gives private person power to arrest? ഇതിനെക്കുറിച്ച് ലോക്കസ്റ്റ് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് പേഴ്സണെ
അറസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ BNSS പ്രകാരം ഏതാണ് പറയുന്നത്? സെക്ഷൻ 40 പറയുന്നത്. സെക്ഷൻ 43 ആയിരുന്നു CRPCയിൽ പറഞ്ഞിരുന്നത്. Arrested individual by private person must be handed to police within. ഇനി ഒരു പ്രൈവറ്റ് പേഴ്സൺ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ആ ആളെ എത്ര മണിക്കൂറിനുള്ളിൽ പോലീസിന് കൈമാറണം? Within 6 hours. Plea bargaining under BNSS. Section 289 in BNSS. CRPCയിൽ പ്ലീ ബാർഗൈനിങ് പറഞ്ഞിരുന്നത് സെക്ഷൻ 265A മുതൽ 265L വരെയായിരുന്നു. എന്താണ് പ്ലീ ബാർഗൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറ്റം ആരോപിക്കപ്പെട്ടയാൾ കേസ് നീണ്ടു നിൽക്കാതിരിക്കാൻ കുറ്റം സമ്മതിച്ച് പിഴയടയ്ക്കുകയോ അല്ലെങ്കിൽ ചെറിയ ശിക്ഷ സ്വീകരിക്കുകയോ ചെയ്യുന്നതാണ് പ്ലീ ബാർഗൈനിങ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്ലീ ബാർഗൈനിങ് സാധ്യമല്ല. Offenses not covered under plea bargaining. ഇനി പ്ലീ ബാർഗൈനിങ്ങിന്റെ അണ്ടറിൽ വരാത്ത ഒഫൻസ്. Offenses relating to socio-economic conditions. Offenses relating to crimes against women or children under 18 years. Offenses relating to punishable offenses punishable with death or life imprisonment. Offenses punishable with imprisonment exceeding 7 years. Mutually satisfactory disposition under criminal law refers to plea bargaining. പ്ലീ ബാർഗൈനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ഡിസ്പൊസിഷൻ ആണ്. What does bail bond mean? An undertaking for release with surety. Section 2 clause D of BNSS-ലാണ് ബെയിൽ ബോണ്ടിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 2 ക്ലോസ് ഇയിൽ ബോണ്ട് എന്താണെന്നതിന്റെ നിർവചനം കൊടുത്തിട്ടുണ്ട്. ബോണ്ട് മീൻസ് എ പേഴ്സണൽ ബോണ്ട് or an undertaking for release without surety. Complaint means any allegation made orally or in writing to a magistrate. Section 2 clause H BNSS ആണ് കംപ്ലൈന്റിനെ കുറിച്ച് പറയുന്നത്. CRPCയിൽ സെക്ഷൻ 2 ക്ലോസ് ഡിയിലായിരുന്നു കംപ്ലൈന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. Inquiry under criminal law is conducted by court. കോർട്ട് ആണ് ഇൻക്വയറി കണ്ടക്ട് ചെയ്യുന്നത്. Police report means report forwarded by a police officer to a magistrate under section 193 clause 3 of BNSS. ഇതിന്റെ ഡെഫിനിഷൻ വരുന്നത് സെക്ഷൻ 2 ക്ലോസ് T ഓഫ് BNSS-ലാണ്. Who conducts prosecutions in magistrates courts as per BNSS? Assistant Public Prosecutors or APP. Section 19 BNSS. BNSS-ൽ സെക്ഷൻ 19-ലാണ് APP-യെ കുറിച്ച് പറയുന്നത്. CRPC-യിൽ സെക്ഷൻ 25-ലാണ് APP-യെ കുറിച്ച് പറയുന്നത്. Power of Judicial Magistrate First Class to impose sentence. Under BNSS, 3 years imprisonment or fine not exceeding rupees 50,000 or both, or community service.
Under CRPC, 3 years imprisonment or fine not exceeding 10,000 or both. BNSS പ്രകാരം 3 വർഷം തടവും 50,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ അതുമല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസോ ആണ്. CRPCയിൽ 3 വർഷം തടവും 10,000 രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയാണ്. BNSS പ്രകാരം കമ്മ്യൂണിറ്റി സർവീസ് പുതുതായി ആഡ് ചെയ്യപ്പെട്ടുള്ള ഒരു ശിക്ഷാരീതിയാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ലോ കോസ്റ്റ് മുൻപ് ചെയ്തിട്ടുണ്ട്. No women shall be arrested after sunset and before sunrise, except in exceptional circumstances, with prior permission of. വിമണിനെ സൺസെറ്റിന് ശേഷമോ സൺറൈസിന് മുൻപോ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമപ്രകാരം പറയുന്നത്. എന്നാൽ ചില സർക്കംസ്റ്റാൻസസിൽ, ചില എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് മുൻപ് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി സ്പെഷ്യൽ പെർമിഷൻ ആവശ്യമാണ്. അത് ആരുടെ പെർമിഷനാണ് വേണ്ടത്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് വിത്തിൻ ഹൂസ് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ദ ഒഫൻസ് ഈസ് കമ്മിറ്റഡ്. ഒഫൻസ് എവിടെയാണോ കമ്മിറ്റ് ആയിട്ടുള്ളത് ആ ഒരു ജൂറിസ്ഡിക്ഷൻ പരിധിയിൽ വരുന്ന ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ പെർമിഷനോട് കൂടി മാത്രമേ സൺസെറ്റിന് ശേഷവും സൺറൈസിന് മുൻപോ ആയി സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Finality of judgment under plea bargaining. Judgment is final. No appeal lies except under Article 136, 226, 227 of the Constitution. പ്ലീ ബാർഗൈനിങ്ങിന്റെ ഫൈനൽ അന്തിമമാണ്. അതിന് ഒരു അപ്പീൽ പോകാനായിട്ട് സാധിക്കില്ല. എന്നാൽ അവിടെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. ആർട്ടിക്കിൾ 136, 226, 227 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അപ്പീൽ പോകാവുന്നതാണ്. Which court has power to conduct summary trial? Chief Judicial Magistrate, Magistrate of First Class. Chapter 23, Section 283 BNSS-ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. CRPCയിൽ ഇത് സെക്ഷൻ 260-ലായിരുന്നു. മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് സെക്ഷൻ 284 BNSS-ൽ പറയുന്നുണ്ട്. High Court's power to authorize magistrate second class to try summarily for offences punishable only with fine or imprisonment not exceeding 6 months, with or without fine. Section 284 BNSS. Under which trial must magistrate record substance of evidence and judgment containing brief reasons. Summary trial. Section 287 BNSS-ലാണ് പറയുന്നത്. Consequence of non-appearance or death of complainant in summons case. Accused shall be acquitted. കംപ്ലൈനന്റ് മരിച്ചാലോ അല്ലെങ്കിൽ കംപ്ലൈനന്റ് അപ്പിയർ ചെയ്യാതെ വരികയോ കോർട്ടിൽ അപ്പിയർ ചെയ്യാതെ വരികയോ ചെയ്താൽ ആ കേസിന് എന്ത് സംഭവിക്കും? സമൻസ് കേസിന് എന്ത് സംഭവിക്കും? അക്യൂസ്ഡ് ഷാൽ ബി അക്വിറ്റഡ്. അക്യൂസിനെ വെറുതെ വിടും. Consequence in summons case when complainant withdraws complaint with court's permission. ഈ ഒരു സിറ്റുവേഷനിലും എന്ത് ചെയ്യും? അക്യൂസ് ഷാൽ ബി അക്വിറ്റഡ്. സെക്ഷൻ 280 BNSS-ലാണ് അത് പറയുന്നത്. Under BNSS, who can be appointed as a special public prosecutor? Any advocate with not less than 10 years of practice appointed by the central or state government. Section 18, Clause 8. Provision under BNSS for recording confessions and statements.
സെക്ഷൻ 183 BNSSലാണ് കൺഫെഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്. സെക്ഷൻ 164 ആയിരുന്നു CRPCയിൽ പറഞ്ഞിരുന്നത്. Provision under BNSS for maintenance of wife, parents and children. Section 144 BNSS. Section 125 ആണ് CRPCയിൽ പറഞ്ഞിരുന്നത്. Powers of Executive Magistrate under BNSS. Section 14 to 17 BNSS. Section 20 CRPC. Judicial proceedings mean. Section 2 Clause M BNSSലാണ് judicial proceedings എന്താണെന്ന് പറയുന്നത്. Includes any proceedings in which evidence is or may be taken on both. Thank you for watching Lawcast. ഈ വീഡിയോ ഒരു MCQ വീഡിയോ ആണ്. ഇത് ലോ സ്റ്റുഡൻസിനും ജുഡീഷ്യൽ ആസ്പിറൻസിനും ഒരുപോലെ ഉപയോഗപ്രദമാകുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.